Come on children, let's learn. Today I'll help you solve the extra questions and the activities in the chapter Cinderella. Cinderella എന്ന ചാപ്റ്ററിലെ ലെറ്റ്സ് റിവിസിറ്റ് ദ സ്റ്റോറി എന്ന ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളും മറ്റ് ആക്ടിവിറ്റികളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി സിൻഡ്രല്ല എന്ന ചാപ്റ്ററും അതിലെ ചോദ്യോത്തരങ്ങളും വിശദീകരിച്ചിരുന്നു. ആ ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിൽ 6ാം ക്ലാസ്സിലെ മറ്റെല്ലാ യൂണിറ്റുകളുടെയും വീഡിയോകൾ കാണാവുന്നതാണ്. കമോൺ ചിൽഡ്രൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ ചാനലിൻ്റെ ഹോം പേജ് കാണാം. അത് മേലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് 7, സ്റ്റാൻഡേർഡ് 6, സ്റ്റാൻഡേർഡ് 5 എന്നിങ്ങനെയുള്ള പ്ലേലിസ്റ്റുകൾ കാണാം. സ്റ്റാൻഡേർഡ് 6 സെലക്ട് ചെയ്താൽ 6ാം ക്ലാസ്സിലെ എല്ലാ യൂണിറ്റുകളുടെയും വീഡിയോകൾ നിങ്ങൾക്ക് അതിൽ കാണാവുന്നതാണ്. ലെറ്റ്സ് റിവിസിറ്റ് ദ സ്റ്റോറിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Cinderella had to suffer because of the bad treatment from her stepmother and stepsisters. Write briefly about her sufferings and her reactions to it. സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയും സഹോദരിമാരും അവളോട് വളരെ മോശമായാണ് പെരുമാറിയിരുന്നത് അല്ലേ? എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് അവൾ അനുഭവിച്ചത്? അതിനോടൊക്കെ അവൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? Cinderella's stepmother and stepsisters were proud and wicked. സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയും സഹോദരിമാരും അഹങ്കാരികളും ദുഷ്ടരുമായിരുന്നു. They took away her pretty dresses and forced her to put on an old grey one. അവർ അവളുടെ ഭംഗിയുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തു മാറ്റുകയും അവൾക്ക് ധരിക്കാനായി വളരെ പഴയ നരച്ച ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു. They laughed at her and made her a kitchen maid. അവർ അവളെ പരിഹസിക്കുകയും അടുക്കളയിലെ ജോലിക്കാരിയാക്കി മാറ്റുകയും ചെയ്തു. She was made to do heavy work from morning to night. Get up early in the morning, draw water, make the fire, cook and wash. അവിടെ അവൾക്ക് രാവിലെ മുതൽ രാത്രി വരെ കഠിനമായി ജോലി ചെയ്യേണ്ടി വന്നു. അതിരാവിലെ എണീക്കുക, വെള്ളം കോരുക, അടുപ്പ് കത്തിക്കുക, ഭക്ഷണം പാകം ചെയ്യുക, തുണി അലക്കുക തുടങ്ങിയ ജോലികൾ. As she had no bed to lie upon, she had to rest on the hearth among the cinders. കിടക്കാൻ കിടക്കയില്ലാത്തതുകൊണ്ട് അവൾക്ക് അടുപ്പിനു മുകളിൽ കരിക്കട്ടകൾക്കിടയിൽ കിടക്കേണ്ടി വന്നു. ഇനി ഈ കഷ്ടപ്പാടുകളോട് സിൻഡ്രല്ല എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നാണ്. The ill treatment hurt Cinderella badly and she cried thinking that if her mother had been alive, she wouldn't have to suffer their torture. അവരുടെ മോശം പെരുമാറ്റം സിൻഡ്രല്ലയെ വളരെയധികം വേദനിപ്പിക്കുകയും തൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ തനിക്ക് ഈ കഷ്ടപ്പാടുകളൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നോർത്ത് അവൾ കരയുകയും ചെയ്തു. Second question. Cinderella left one of her glass shoes in the ballroom. How did this incident change her life? നൃത്തശാലയിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ സിൻഡ്രല്ലയുടെ ഒരു ഷൂ അവിടെ വീണു പോയിരുന്നു അല്ലേ? ഈ സംഭവം എങ്ങനെയാണ് അവളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നത്? ആ ഷൂ പ്രിൻസിന് കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹം അവളെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചത് അല്ലേ? The prince became very sad when Cinderella left him. സിൻഡ്രല്ല അദ്ദേഹത്തെ വിട്ടുപോയപ്പോൾ രാജകുമാരന് വലിയ വിഷമമായി. He wanted to find out the beautiful girl who danced with him. തൻ്റെ കൂടെ നൃത്തം ചെയ്ത സുന്ദരി പെൺകുട്ടിയെ അദ്ദേഹത്തിന് കണ്ടുപിടിക്കണമായിരുന്നു. When his servants brought him the glass shoe that Cinderella had left in the ballroom, he decided to find out her using that shoe. അദ്ദേഹത്തിൻ്റെ പരിചാരകർ ആ ഗ്ലാസ് ഷൂ കണ്ടെത്തി അദ്ദേഹത്തെ ഏൽപ്പിച്ചപ്പോൾ അതുപയോഗിച്ച് അവളെ കണ്ടുപിടിക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. He visited every house and invited girls to try the shoe. അദ്ദേഹം എല്ലാ വീടുകളും സന്ദർശിക്കുകയും ആ ഷൂ പാകമാണോ എന്ന് നോക്കാൻ ഓരോ പെൺകുട്ടികളെയും ക്ഷണിക്കുകയും ചെയ്തു. He finally found Cinderella and married her. അവസാനം അദ്ദേഹം സിൻഡ്രല്ലയെ കണ്ടുപിടിക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. He took her to the palace and thus she got a happy life. അദ്ദേഹം അവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അങ്ങനെ അവൾക്ക് നല്ല സന്തോഷമുള്ളൊരു ജീവിതം ലഭിക്കുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Is Cinderella a lovable girl? Why do you think so? Pick out sentences to substantiate your answer. സ്നേഹമുള്ള, മറ്റുള്ളവർക്ക് സ്നേഹം തോന്നുന്ന തരത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സിൻഡ്രല്ല. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? നിങ്ങൾക്കത് മനസ്സിലായത് ഏതെല്ലാം സെന്റൻസുകളിൽ നിന്നാണ്? അവ എടുത്തെഴുതൂ. യെസ്, സിൻഡ്രല്ല ഈസ് എ ലവബിൾ ഗേൾ. അതെ, സിൻഡ്രല്ല സ്നേഹമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. എല്ലാവർക്കും അവളോടും സ്നേഹം തോന്നും.
എന്തുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ തോന്നുന്നത്? അത് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഷീ ലവ്ഡ് ഹെർ മദർ ആൻഡ് ഓൾവേസ് ഒബേഡ് ഹെർ. അവൾ അവളുടെ അമ്മയെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തു. ഈവൻ ദോ ഹെർ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഇൽ ട്രീറ്റഡ് ഹെർ, ഷീ പാർഡൻഡ് ദം ആൻഡ് ടുക്ക് ദം ടു ദ പാലസ്. അവളുടെ സഹോദരിമാർ അവളോട് മോശമായി പെരുമാറിയെങ്കിലും അവൾ അവരോട് ക്ഷമിക്കുകയും അവരെ കൂടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി നമ്മുടെ ഉത്തരത്തിന് തെളിവ് നൽകാനുള്ള സെന്റൻസുകൾ കഥയിൽ നിന്ന് എടുത്തെഴുതണം. ഏതെല്ലാം സെന്റൻസസ് ആണ് അത്? The maiden went every day to her mother's grave and wept and remained pious and good. ആ പെൺകുട്ടി എല്ലാ ദിവസവും തൻ്റെ അമ്മയുടെ കുഴിമാടത്തിൽ പോവുകയും കരയുകയും ചെയ്തു. അവൾ നല്ലവളും ഭക്തിയുള്ളവളുമായി ജീവിച്ചു. Tears rolled down her cheeks and she thought of her mother. തൻ്റെ അമ്മയെ ഓർത്ത് അവളുടെ കവിളുകളിലൂടെ കണ്ണുനീരൊഴുകി. Cinderella pardoned her sisters and took them to the palace. സിൻഡ്രല്ല അവളുടെ സഹോദരിമാരോട് ക്ഷമിക്കുകയും അവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതെല്ലാമാണ് അവളുടെ സ്നേഹം തെളിയിക്കുന്ന സെന്റൻസുകൾ. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1. Read the following passage. Cinderella begged her stepmother to allow her to attend the ball. നൃത്തത്തിന് പോകാൻ തന്നെ അനുവദിക്കണമെന്ന് സിൻഡ്രല്ല രണ്ടാനമ്മയോട് യാചിച്ചു. പക്ഷേ എന്തായിരുന്നു അവരുടെ പ്രതികരണം? What? You Cinderella? In all your dust and dirt, you want to go to the ball? You have no dress, no shoes. You want to dance? She turned her back to Cinderella and hurriedly set out with her 2 proud daughters. When Cinderella lost sight of them, she felt very sad. She started crying. Tears rolled down her cheeks. ഈ അഴുക്കും പൊടിയും പുരണ്ട നിനക്ക് നൃത്തത്തിന് പോകണമോ? നിനക്ക് നല്ല ഷൂവും ഡ്രസ്സും ഒന്നുമില്ല, എന്നിട്ട് നിനക്ക് നൃത്തം ചെയ്യണമല്ലേ എന്നും പറഞ്ഞ് അവർ തൻ്റെ അഹങ്കാരികളായ മക്കളോടൊപ്പം ധൃതിയിലിറങ്ങിപ്പോയി അല്ലേ. അപ്പോൾ സിൻഡ്രല്ല എന്തു ചെയ്തു? ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. അവൾ കരയാൻ തുടങ്ങി. വൈപ്പിംഗ് ഹെർ ടിയേഴ്സ് ഷീ ബിഗാൻ ടു തിങ്ക് വാട്ട് വുഡ് ബി ദ തോട്ട്സ് ഓഫ് സിൻഡ്രല്ല. കണ്ണുനീര് തുടച്ചുകൊണ്ട് അവൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്തായിരിക്കും അവൾ ചിന്തിച്ചിട്ടുണ്ടാവുക? നോക്കൂ, ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാണ്? സഹോദരിമാരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. തൻ്റെ അമ്മ മരിച്ചു പോയതോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ടാവും. അവർ ജീവിച്ചിരുന്നെങ്കിൽ തനിക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ഓർത്തിട്ടുണ്ടാവും. രണ്ടാനമ്മയും സഹോദരിമാരും കൂടി തന്നെ കഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടാവും. രാജകുമാരൻ തന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതെല്ലാം എഴുതി നോക്കാം. How unkind my stepmother and stepsisters are. എൻ്റെ രണ്ടാനമ്മയും സഹോദരിമാരും എത്ര ദയയില്ലാത്തവരാണ്. I love them as my own mother and sisters. ഞാൻ അവരെ എൻ്റെ സ്വന്തം അമ്മയെയും സഹോദരിമാരെയും പോലെയാണ് സ്നേഹിക്കുന്നത്. I have always obeyed them. ഞാൻ എപ്പോഴും അവർ പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ടുണ്ട്. I do all the household chores as a servant. ഞാൻ ഈ വീട്ടിലെ എല്ലാ ജോലികളും ഒരു വേലക്കാരിയെ പോലെ ചെയ്യുന്നുണ്ട്. They made me a kitchen maid. അവരെന്നെ ഒരു അടുക്കള ജോലിക്കാരിയാക്കി. What have I done to them to treat me like this? എന്നോട് ഇങ്ങനെ പെരുമാറാൻ ഞാൻ അവരോട് എന്താ ചെയ്തത്? They didn't take me to the ball. അവരെന്നെ നൃത്തത്തിന് കൊണ്ടുപോയില്ല. If the prince had selected me as his bride, I could have escaped from these hardships. രാജകുമാരൻ എന്നെ അദ്ദേഹത്തിൻ്റെ വധുവായി തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാമായിരുന്നു. If my mother had been alive, she would have sent me to the ball. എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ അവരെന്നെ നൃത്തത്തിന് പറഞ്ഞയക്കുമായിരുന്നു. As she said, I will always be good and pious. അമ്മ പറഞ്ഞതുപോലെ ഞാൻ എപ്പോഴും നല്ലവളും ഭക്തിയുള്ളവളുമായിരിക്കും. God will take care of me. ദൈവം എന്നെ രക്ഷിക്കും. Difficult times pass and good days will come again. കഷ്ടകാലമെല്ലാം തീർന്ന് വീണ്ടും നല്ല കാലം വരും. Activity 2. The prince became very sad when Cinderella left him. സിൻഡ്രല്ല തന്നെ വിട്ടുപോയപ്പോൾ രാജകുമാരന് വിഷമം തോന്നി. His servants brought him the glass shoe that Cinderella had left in the room. He wanted to find out the beautiful girl who had danced with him.
അദ്ദേഹത്തിൻ്റെ സേവകർ സിൻഡ്രല്ല ഇട്ടേച്ചു പോയ ഗ്ലാസ് ഷൂ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കുകയും അത് വെച്ച് അവളെ കണ്ടുപിടിക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. The next day, he sent messengers to announce that the prince would visit every home to find out the lady. ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാനായി പിറ്റേ ദിവസം രാജകുമാരൻ എല്ലാ വീടുകളും സന്ദർശിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ പരിചാരകർ വിളംബരം ചെയ്തു. Finally, the prince came to Cinderella's house. അങ്ങനെ അവസാനം രാജകുമാരൻ സിൻഡ്രല്ലയുടെ വീട്ടിൽ വന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാലോ. കഥയുടെ ഇനിയുള്ള ഭാഗം ഒരു സ്കിറ്റാക്കി മാറ്റിയാലോ? Let's develop a skit based on the events that made Cinderella the prince's bride. The following ladder of events will help you to develop the skit. രാജകുമാരൻ സിൻഡ്രല്ലയുടെ വീട്ടിൽ വന്നത് മുതൽ അവളെ തൻ്റെ വധുവാക്കി മാറ്റുന്നത് വരെയുള്ള സംഭവങ്ങളാണ് നമുക്ക് സ്കിറ്റാക്കി എഴുതേണ്ടത്. എന്തെല്ലാമാണ് ആ സംഭവങ്ങൾ? ഇവിടെ ലാഡറിൽ കൊടുത്തത് നോക്കൂ. ദ പ്രിൻസ് വിസിറ്റ് സിൻഡ്രല്ലാസ് ഹൗസ്. ആദ്യം പ്രിൻസ് സിൻഡ്രല്ലയുടെ വീട് സന്ദർശിക്കുന്നു. ലാഡറിൻ്റെ തൊട്ട് മുകളിലുള്ള സ്റ്റെപ്പിൽ എന്താ എഴുതിയിരിക്കുന്നത്? സിൻഡ്രല്ലാസ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ട്രൈ ദ ഗ്ലാസ് ഷൂ. സിൻഡ്രല്ലയുടെ സഹോദരിമാർ ആ ഗ്ലാസ് ഷൂ പാകമാണോ എന്ന് പരിശോധിക്കുന്നു. അതാണ് അടുത്തതായി നടന്നത്. പിന്നീട് എന്താ സംഭവിച്ചത്? മുകളിലേക്ക് നോക്കൂ. സിൻഡ്രല്ല ട്രൈസ് ദ ഗ്ലാസ് ഷൂ ആൻഡ് ഇറ്റ് ഫിറ്റ്സ് ഹെർ വെൽ. സിൻഡ്രല്ല ഗ്ലാസ് ഷൂ ഇട്ട് നോക്കുന്നു, അത് അവൾക്ക് പാകമാകുന്നു. അതോടെ രാജകുമാരൻ സിൻഡ്രല്ലയെ തൻ്റെ വധുവാക്കുന്നു അല്ലേ? ദ പ്രിൻസ് മേക്സ് സിൻഡ്രല്ല ഹിസ് ബ്രൈഡ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ സ്കിറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി ഏതെല്ലാം ക്യാരക്ടേഴ്സാണ് ആ സ്കിറ്റിൽ ഉണ്ടാവേണ്ടത്? ക്യാരക്ടേഴ്സ്: സിൻഡ്രല്ല, പ്രിൻസ്, സ്റ്റെപ്പ് മദർ, സ്റ്റെപ്പ് സിസ്റ്റർ 1, സ്റ്റെപ്പ് സിസ്റ്റർ 2, ഫെയറി ഗോഡ് മദർ, എ കോർട്ടിയർ. അതാരാണ്? രാജകുമാരനോടൊപ്പം സിൻഡ്രല്ലയുടെ വീട്ടിലേക്ക് വരുന്ന സഹായിയാണ്, രാജകൊട്ടാരത്തിലെ ഒരു സദസ്യനാണ്. സ്കിറ്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന സ്റ്റോറിയിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പഠിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും എഴുതേണ്ടത്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. സ്കിറ്റിൻ്റെ തുടക്കം ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റേജിൽ വെച്ചിട്ടാണല്ലോ സ്കിറ്റ് അവതരിപ്പിക്കുക. അപ്പോൾ ഒരു കേർട്ടൻ ഉണ്ടാവും അല്ലേ സ്റ്റേജിൽ. നമ്മുടെ സ്കിറ്റ് തുടങ്ങുമ്പോൾ കേർട്ടൻ ഉയരുന്നു. കേർട്ടൻ റൈസസ്. അപ്പോൾ എന്താ കാണുന്നത്? എ വെൽ ഡെക്കറേറ്റഡ് റൂം ഓഫ് സിൻഡ്രല്ലാസ് ഹൗസ്. Cinderella's stepmother and stepsisters are eagerly waiting for the prince. A courtier enters and announces the arrival of the prince. സ്കിറ്റ് തുടങ്ങുമ്പോൾ ആദ്യം നടക്കുന്ന സംഭവം എന്താണ്? The prince visits Cinderella's house. It is the first event. രാജകുമാരൻ സിൻഡ്രല്ലയുടെ വീട് സന്ദർശിക്കുന്നു. അപ്പോൾ നമ്മൾ കേർട്ടൻ ഉയർത്തുമ്പോൾ കാണുന്നത് സിൻഡ്രല്ലയുടെ വീടായിരിക്കണം അല്ലേ? അങ്ങോട്ട് രാജകുമാരൻ വരികയാണ്. നന്നായി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള, മനോഹരമാക്കി അലങ്കരിച്ചിട്ടുള്ള സിൻഡ്രല്ലയുടെ വീടാണ്. അതിലൊരു റൂമാണ് നമ്മൾ കാണുന്നത്. സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും രാജകുമാരൻ്റെ വരവിന് വേണ്ടി അക്ഷമരായി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കോർട്ടിയർ ഉള്ളിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് രാജകുമാരൻ്റെ വരവ് അവരെ അറിയിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഡയലോഗ് കോർട്ടിയറിൻ്റെ ആയിരിക്കണം അല്ലേ? കോർട്ടിയർ: ഹിസ് മജസ്റ്റി ദ പ്രിൻസ് ഈസ് അറൈവിംഗ്. രാജാക്കന്മാരെ ബഹുമാനത്തോടെ അഭിസംബോധന ചെയ്യുന്നതാണ് ഹിസ് മജസ്റ്റി എന്ന്. രാജകുമാരൻ കടന്നു വരുന്നു എന്ന് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദ പ്രിൻസ് അറൈവ്സ്. എവരിബഡി ഇൻ ദ ഹൗസ് സ്റ്റുഡ് അപ്പ് ആൻഡ് ബോ ടു ദ പ്രിൻസ്. രാജകുമാരൻ ഉള്ളിലേക്ക് വരുന്നു. എല്ലാവരും എണീറ്റ് നിന്ന് അദ്ദേഹത്തിന് മുന്നിൽ തലകുനിക്കുന്നു. പ്രിൻസ് ഷോസ് ദ ഗ്ലാസ് ഷൂ. ഗ്ലാസ് ഷൂ കാണിച്ചിട്ട് പ്രിൻസ് പറയാണ്, ദിസ് ഷൂ ബിലോങ്സ് ടു ദ ഗേൾ ഹൂ ഡാൻസ്ഡ് വിത്ത് മീ. എൻ്റെ കൂടെ നൃത്തം ചെയ്ത പെൺകുട്ടിയുടേതാണ് ഈ ഷൂ. ഐ വോണ്ട് ടു ഫൈൻഡ് ഹെർ ഔട്ട്. എനിക്ക് അവളെ കണ്ടുപിടിക്കണം. എവറി ഗേൾ ഇൻ ദിസ് ഹൗസ് ക്യാൻ കം ഫോർവേഡ് ആൻഡ് ട്രൈ ഇറ്റ് ഓൺ. ഈ വീട്ടിലെ എല്ലാ പെൺകുട്ടികളും മുന്നോട്ട് കടന്നു വരൂ, ഈ ഷൂ ധരിച്ചു നോക്കൂ. ഇനി അടുത്ത ഇവൻ്റ് ആണ്. എന്താണ് പിന്നീട് നടന്നത്? സിൻഡ്രല്ലാസ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ട്രൈ ദ ഗ്ലാസ് ഷൂ. സിൻഡ്രല്ലയുടെ സഹോദരിമാർ ഗ്ലാസ് ഷൂ ധരിച്ചു നോക്കുന്നു. ആദ്യം ആരാ വരുന്നത്? മൂത്ത സഹോദരിയാണല്ലേ, എൽഡസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റർ ആണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റർ കംസ് ഫോർവേഡ്. ആദ്യത്തെ സ്റ്റെപ്പ് സിസ്റ്റർ മുന്നോട്ട് വരുന്നു. ഷീ സീംസ് ടു ബി എക്സൈറ്റഡ്. അവൾ വലിയ ആവേശത്തിലാണ്. അവൾ എന്താ പറയുന്നത്? സ്റ്റെപ്പ് സിസ്റ്റർ 1: യുവർ മെജസ്റ്റി ലെറ്റ് മീ ട്രൈ ദ ഷൂ. പ്രഭോ, ഞാൻ ഷൂ ധരിച്ചു നോക്കാം. ഐ തിങ്ക് ഇറ്റ് ഈസ് മൈൻ. അത് എൻ്റേതാണെന്നാണ് തോന്നുന്നത്. ഐ ഹാവ് ലോസ്റ്റ് വൺ ഓഫ് മൈ ഷൂസ്.
എൻ്റെ ഒരു ഷൂ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കള്ളം പറയാണല്ലേ. ദ കോട്ടിയർ ഹാൻഡ്സ് ഓവർ ദ ഷൂ ടു ഹെർ. കോട്ടിയർ ആ സമയത്ത് ഷൂ എടുത്ത് അവൾക്ക് കൊടുക്കുന്നു. ഷീ ഹാപ്പിലി ഗോസ് ടു ദ റൂം വിത്ത് ഹെർ മദർ ടു ട്രൈ ഓൺ ദ ഷൂ. അവൾ ഷൂ ധരിച്ചു നോക്കാനായി സന്തോഷത്തോടെ അമ്മയോടൊപ്പം തൻ്റെ റൂമിലേക്ക് പോകുന്നു. സ്റ്റെപ്പ് മദർ, ട്രൈ ഇറ്റ് ഓൺ മൈ ഡോട്ടർ. ഇഫ് ഇറ്റ് ഫിറ്റ്സ് യു, യു ക്യാൻ ലീവ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ഇൻ ദ പാലസ്. മോളെ, വേഗം അത് ധരിച്ചു നോക്ക്. അത് നിനക്ക് പാകമായാൽ ഇനിയുള്ള കാലം മുഴുവൻ നിനക്ക് കൊട്ടാരത്തിൽ സുഖമായി ജീവിക്കാം. സ്റ്റെപ്പ് സിസ്റ്റർ 1. അപ്പോൾ മകള് പറയാണ്, ബട്ട് മദർ, മൈ ടോ ഈസ് ബിഗ്. ഐ കാൺ ഗെറ്റ് ഇറ്റ് ഇൻ ടു ദ ഷൂ. പക്ഷേ അമ്മേ, എൻ്റെ കാൽവിരൽ വളരെ വലുതാണ്. എനിക്കത് ഷൂവിനുള്ളിലേക്ക് കയറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ സ്റ്റെപ്പ് മദർ എന്താ ചെയ്യുന്നത്? അവൾക്കൊരു കത്തി കൊടുത്തിട്ട് കാൽവിരൽ മുറിച്ചു കളയാൻ പറയും അല്ലേ. സ്റ്റെപ്പ് മദർ ഹാൻഡ്സ് ഹെർ എ നൈഫ്. അവൾക്കൊരു കത്തി കൊടുക്കുന്നു. കട്ട് ദ ടോ ഓഫ്, ഫോർ വെൻ യു ആർ എ ക്യൂൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. നിന്റെ കാൽവിരൽ മുറിച്ചു കളയൂ, കാരണം നീ ഒരു രാജ്ഞിയായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നടന്നു പോകേണ്ടി വരില്ല. അപ്പോൾ സ്റ്റെപ്പ് സിസ്റ്റർ എന്ത് പറയുന്നു? സ്റ്റെപ്പ് സിസ്റ്റർ 1. ഓ നോ, ഇറ്റ് വിൽ ഹേർട്ട് മീ. അയ്യോ ഇല്ല, എനിക്ക് വേദനിക്കും. സ്റ്റെപ്പ് മദർ, ഡോണ്ട് യു വോണ്ട് ടു ബി ദ ക്യൂൻ? ദെൻ ഡു ഇറ്റ്. നിനക്ക് രാജ്ഞിയാവേണ്ടേ? എങ്കിലത് ചെയ്യൂ. ദ ഗേൾ കട്ട്സ് ഓഫ് ഹെർ ടോ ആൻഡ് സ്ക്യൂസസ് ഹെർ ഫുട്ട് ഇൻ ടു ദ ഷൂ. ആ പെൺകുട്ടി കാൽവിരൽ മുറിച്ചു കളയുകയും കാൽ ഷൂവിനുള്ളിലേക്ക് തിരുകി കയറ്റുകയും ചെയ്യുന്നു. ഷീ കൺസീൽസ് ഹെർ പെയിൻ ആൻഡ് ദേ ഗോ ടു ദ പ്രിൻസ്. അവൾ അവളുടെ വേദന മറച്ചുവെച്ച് പ്രിൻസിനടുത്തേക്ക് പോകുന്നു. പ്രിൻസ് ലുക്സ് അറ്റ് ഹെർ ഷൂ ആൻഡ് സീസ് ബ്ലഡ് ഫ്ലോയിങ്. പ്രിൻസ് അവളുടെ ഷൂവിലേക്ക് നോക്കുന്നു, രക്തമൊഴുകുന്നത് കാണുന്നു. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ഹൗ ഡിഡ് ബ്ലഡ് കം ഓൺ ദ ഷൂ? എങ്ങനെയാണ് ഷൂവിൽ ബ്ലഡ് വന്നത്? ആർ യു ട്രൈങ് ടു ഫൂൾ മീ? നീ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുകയാണോ? ഷൗട്ട്സ് ഇൻ ആങ്കർ. അദ്ദേഹം ദേഷ്യത്താൽ അലറുന്നു. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. ഇത് ശരിയായ വധുവല്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് സിസ്റ്റർ വരും അല്ലേ. സെക്കൻഡ് സ്റ്റെപ്പ് സിസ്റ്റർ കംസ് ഫോർവേഡ്. സ്റ്റെപ്പ് സിസ്റ്റർ 2. നൗ ലെറ്റ് മീ ട്രൈ ഇറ്റ്. ഇനി ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇറ്റ് ലുക്സ് ലൈക്ക് മൈ ഷൂ. അത് എൻ്റെ ഷൂ ആണ് എന്ന് തോന്നുന്നു. ഷീ ഗോസ് ടു ദ റൂം വിത്ത് ഹെർ മദർ ടു ട്രൈ ദ ഷൂ. അവൾ അമ്മയോടൊപ്പം ഷൂ ഇട്ട് നോക്കാനായി റൂമിലേക്ക് പോകുന്നു. പിന്നീട് എന്താണ് നമ്മൾ സ്റ്റേജിൽ കാണുന്നത്? ഷീ ട്രൈസ് ദ ഷൂ ഓൺ ആൻഡ് ഹെർ മദർ സ്റ്റാൻഡ്സ് ബിസൈഡ് ഹെർ. അവൾ ഷൂ ധരിച്ചു നോക്കുന്നു, അവളുടെ അമ്മ അടുത്ത് നിൽക്കുന്നു. സ്റ്റെപ്പ് സിസ്റ്റർ 2. മദർ, മൈ ഹീൽ ഈസ് ലാർജ്. അമ്മേ, എൻ്റെ ഉപ്പൂറ്റി വലുതാണ്. ഐ കാൺ ഗെറ്റ് ഇറ്റ് ഇൻ ടു ദ ഷൂ. അത് ഷൂവിനുള്ളിലേക്ക് കടത്താൻ കഴിയുന്നില്ല. സ്റ്റെപ്പ് മദർ ഹാൻഡ്സ് ഹെർ എ നൈഫ്. സ്റ്റെപ്പ് മദർ അവൾക്കൊരു കത്തി നൽകുന്നു. കട്ട് എ പീസ് ഓഫ് യുവർ ഹീൽ. വെൻ യു ആർ എ ക്യൂൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. നിന്റെ ഹീലിൻ്റെ ഒരു ഭാഗം മുറിച്ചു കളയൂ. നീ രാജ്ഞിയായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നടക്കേണ്ടി വരില്ല. ഷീ കട്ട്സ് എ പീസ് ഓഫ് ഹെർ ഹീൽ ആൻഡ് ത്രസ്റ്റ് ഹെർ ഫുട്ട് ഇൻ ടു ദ ഷൂ. ഷീ കൺസീൽസ് ഹെർ പെയിൻ ആൻഡ് ഗോസ് ടു ദ പ്രിൻസ്. അവൾ ഹീലിൻ്റെ ഒരു ഭാഗം മുറിച്ചു കളയുന്നു, കാല് ഷൂവിനുള്ളിലേക്ക് കടത്തുന്നു, എന്നിട്ട് വേദന മറച്ചു വെച്ചുകൊണ്ട് രാജകുമാരൻ്റെ അരികിലേക്ക് പോകുന്നു. പ്രിൻസ് നോട്ടീസസ് ബ്ലഡ് ആൻഡ് ഷൗട്ട്സ് ആംഗ്രിലി. അവളുടെ കാലിലെ ബ്ലഡ് ശ്രദ്ധിക്കുന്നു, എന്നിട്ട് ദേഷ്യത്തോടെ അലറുന്നു. ദർ ഇസ് ബ്ലഡ് ഓൺ യുവർ ഷൂ. നിന്റെ ഷൂവിൽ ബ്ലഡ് ഉണ്ട്. ദ ഷൂ ഈസ് ടു സ്മോൾ. ഷൂ വളരെ ചെറുതാണ്. ഇറ്റ് ഈസ് നോട്ട് യുവേഴ്സ്. ഇത് നിന്റേതല്ല. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. ശരിയായ വധു അല്ല. ഈസ് ദർ എനി അതർ ഗേൾ ഇൻ ദിസ് ഹൗസ്? ഈ വീട്ടിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടിയുണ്ടോ? ചിൽഡ്രൻ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഇവന്റ്? യെസ്, യു ആർ റൈറ്റ്. Cinderella tries the glass shoe and it fits her well. Cinderella ഗ്ലാസ് ഷൂ ധരിച്ചു നോക്കുന്നു, അവൾക്ക് പാകമാകുന്നു അല്ലേ. Cinderella comes forward. Cinderella മുന്നോട്ട് വരുന്നു. Cinderella, let me try it. ഞാൻ ധരിച്ചു നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് രണ്ടുപേരും കൂടി അവളെ കളിയാക്കുന്നതാണല്ലേ. സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് അവർ രണ്ടുപേരും കൂടി പറയുന്നു, ക്ലിയർ ഔട്ട് ഓഫ് ഹിയർ. കടന്നു പോ ഇവിടുന്ന്. How dare you come here in these dirty rags? You ugly creature. ഈ പഴന്തുണിയും ധരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? വൃത്തികെട്ട ജന്തു. പ്രിൻസ്, ലെറ്റ് ദ ഗേൾ ട്രൈ ഇറ്റ്. അപ്പോൾ പ്രിൻസ് പറയാണ്, ആ കുട്ടി അത് ധരിച്ചു നോക്കട്ടെ. ടു ഹെർ. എന്നിട്ട് അവളോട് പറയുന്നു, ഐ ഹാവ് സീൻ യു സംവെയർ.
ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഐ cannot remember where. എവിടെയാണെന്ന് ഓർക്കാൻ കഴിയുന്നില്ല. വാട്ട്സ് യുവർ നെയിം? നിന്റെ പേരെന്താണ്? സിൻഡ്രല്ല. ഐ ആം സിൻഡ്രല്ല, ദ സെയിം ഗേൾ ഹൂ ഡാൻസ്ഡ് വിത്ത് യു. ഞാൻ സിൻഡ്രലയാണ്, അങ്ങയോടൊപ്പം നൃത്തം ചെയ്ത അതേ പെൺകുട്ടി. ദ പ്രിൻസ് ലുക്സ് അറ്റ് ഹർ ഇൻ വണ്ടർ. രാജകുമാരൻ അത്ഭുതത്തോടെ അവളെ നോക്കുന്നു. സിൻഡ്രല്ല പുട്സ് ഹർ ലെഫ്റ്റ് ഫുട്ട് ഇൻ ടു ദ ഷൂ ആൻഡ് ഇറ്റ് ഫിറ്റഡ് ഹർ. സിൻഡ്രല്ല അവളുടെ ഇടത് കാൽപാദത്തിൽ ഷൂ ധരിക്കുന്നു. അത് അവൾക്ക് പാകമാകുന്നു. എവരിബഡി ഈസ് അസ്റ്റോണിഷ്ഡ്. എല്ലാവരും അത്ഭുതപ്പെടുന്നു. സിൻഡ്രല്ല പുൾസ് ഔട്ട് ദ അതർ ഷൂ ഫ്രം ഹർ പോക്കറ്റ് ആൻഡ് പുട്സ് ഇറ്റ് ഓൺ ഹർ റൈറ്റ് ഫുട്ട്. സിൻഡ്രല്ല അവളുടെ പോക്കറ്റിൽ നിന്നും അടുത്ത ഷൂ എടുത്ത് അവളുടെ വലതു കാലിൽ ധരിക്കുന്നു. ദ ഫെയറി അപ്പിയേഴ്സ് ആൻഡ് ടച്ചസ് ഹർ വിത്ത് ഹർ മാജിക് വാൻഡ്. ആ സമയത്ത് മാലാഖ പ്രത്യക്ഷപ്പെടുകയും അവരുടെ മാന്ത്രിക വടി കൊണ്ട് സിൻഡ്രലയെ തൊടുകയും ചെയ്യുന്നു. ദെൻ ഹർ റാഗ്സ് ചേഞ്ചസ് ഇൻ ടു വണ്ടർഫുൾ ക്ലോത്ത്സ്. അപ്പോൾ അവളുടെ പഴയ വസ്ത്രമെല്ലാം മാറി നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളായി മാറുന്നു. അപ്പോൾ രാജകുമാരന് ആളെ മനസ്സിലാവുന്നു അല്ലേ? പ്രിൻസ് ഡാൻസസ് വിത്ത് ജോയ്. അദ്ദേഹം സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുന്നു. ദിസ് ഇസ് ദ റൈറ്റ് ബ്രൈഡ്. ഇതാണ് ശരിയായ വധു. ദ ഷൂസ് ആർ ഫിറ്റ് ടു ഹർ. ചെരുപ്പുകൾ അവൾക്ക് പാകമായിരിക്കുന്നു. ഷീ ഈസ് ദ റൈറ്റ് ബ്രൈഡ് ആഫ്റ്റർ ഓൾ. അവസാനം എനിക്ക് ശരിയായ വധുവിനെ കിട്ടിയിരിക്കുന്നു. ഹി ടേൺസ് ടു സിൻഡ്രല്ല. എന്നിട്ട് സിൻഡ്രല്ലയുടെ നേരെ തിരിയുന്നു. പ്രിൻസ്, യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ കൺട്രി. ഈ രാജ്യത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി നീയാണ്. ഐ വിൽ മേക്ക് യു മൈ ബ്രൈഡ്. ഞാൻ നിന്നെ എൻ്റെ വധുവാക്കാം. കം, ലെറ്റ്സ് ഗോ ടു ദ പാലസ്. വരൂ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. സിൻഡ്രല്ല സ്മൈൽസ് അറ്റ് ഹർ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. ഷീ ടേൺസ് ടു ദ പ്രിൻസ്. സിൻഡ്രല്ല അവളുടെ രണ്ടാനമ്മയോടും മക്കളോടും ചിരിച്ചുകൊണ്ട് പ്രിൻസിനു നേരെ തിരിയുന്നു. അദ്ദേഹത്തോട് എന്തോ പറയാൻ പോവുകയാണ്. എന്താണ്? അവരെ കൂടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണം എന്നാണല്ലേ? സിൻഡ്രല്ല, കുഡ് യു പ്ലീസ് അലൗ മീ ടു ടേക്ക് ദം അലോങ്? അവരെ കൂടി കൂടെ കൊണ്ടുപോകാൻ അങ്ങ് എന്നെ അനുവദിക്കുമോ? പ്രിൻസ്, യെസ് ഷുവർ, ലെറ്റ് ദം കം അലോങ് ഇഫ് യു വിഷ്. ഓ ആയിക്കോട്ടെ, തീർച്ചയായും. നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരും കൂടെ വന്നോട്ടെ. എവ്രിബഡി ലീവ്സ് ദ സ്റ്റേജ് ഹാപ്പിലി. എല്ലാവരും സന്തോഷത്തോടെ സ്റ്റേജിൽ നിന്ന് പോകുന്നു. എന്ത് എളുപ്പമാണല്ലേ സ്കിറ്റ് തയ്യാറാക്കാൻ. ഇതൊരു മാതൃക മാത്രമാണ്. നിങ്ങൾ ഇതുപോലെ സ്വയം വേറൊന്ന് എഴുതി നോക്കണം. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ക്ലാസ്സുകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് ബൈ.